ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന കാലം. ആ ചോദ്യങ്ങളിൽ ഏറ്റവും മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യം വീടെവിടെ എന്ന ചോദ്യമാണ്. സംസ്ഥാന സർക്കാർ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, സൈബർ സ്പേസ് ചോദിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. വീടെവിടെ? ന്യായമായ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ 2 വർഷത്തോടടുക്കുമ്പോൾ വീടെവിടെ എന്ന ആ ചോദ്യം ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ എൻ്റെ സംശയം, വീടെവിടെ എന്ന ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടാണോ അതോ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടാണോ? ഞാൻ പറയും, ആ ചോദ്യം ചോദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോടാണ്. കാരണം ഞാനും നിങ്ങളും നമ്മളും ഒന്നിച്ചു നിന്ന് 778 കോടി രൂപ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത് സംസ്ഥാന സർക്കാരിലാണ്. സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്കാണ് നമ്മൾ ആ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക വെച്ചിട്ട് ഈ 2 വർഷം എടുക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്? ദുരന്തമുണ്ടായി കൃത്യം 20 മാസമാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് ആ വീടുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും, സംസ്ഥാന സർക്കാർ 178 വീടുകൾ കൈമാറിയില്ലേ? 178 വീടുകൾ കൈമാറുന്നൊരു ചടങ്ങ് നടത്തി. അത് PR-ന് വേണ്ടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് PR-ന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷെ ആ 178 വീടുകളിൽ ഒന്നിലെങ്കിലും ആളുകൾക്ക് താമസിക്കുവാൻ കഴിയുന്നുണ്ട്? ഇല്ല. കാരണം മഹാഭൂരിപക്ഷ വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല. ചില വീടുകളിൽ പ്ലംബിംഗ് ആക്ടിവിറ്റീസ് പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ മനുഷ്യന്മാർ താമസിക്കുക? ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ വയനാട്ടിലെ സർക്കാർ കൈമാറിയ ഒരു വീട്ടിൽ പോലും ഒരാൾ പോലും താമസിക്കുന്നില്ല എന്ന കണക്ക് നിങ്ങൾ എത്ര പേർക്ക് മുന്നിൽ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിച്ചിട്ടുണ്ട്? സംവാദം നോക്കാം. ഇരുണ്ട കാലമാണത്രേ. ഏത് കാലം? ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ചിരുന്ന 2011 മുതൽ 16 വരെ ഇരുണ്ട കാലമാണ്. മുഖ്യമന്ത്രി തുടങ്ങിയ ക്യാമ്പയിനാണ്. അതിനകത്ത് ആദ്യം തന്നെ പറയുന്നു, മുടങ്ങിയ ക്ഷേമം, 18 മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ UDF കാലം. ശ്രീ വിജയ, നിങ്ങൾ എന്തൊരു വലിയ കള്ളനാണ്. പച്ചക്കിങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് ചില്ലറ ഉളുപ്പൊന്നും പോരാ. എത്ര കാലമായി ഫേസ്ബുക്കിലും നിയമസഭയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ പോരാളി ഷാജി തൊട്ട് പോരാളി വിജയൻ വരെ തേഞ്ഞൊട്ടിയ ക്യാപ്സൂളുമായിട്ടാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ കള്ളം ക്ഷേമ പെൻഷൻ തുടങ്ങിയത് നിങ്ങളാണെന്നാണ്. അത് തന്നെ തെറ്റാണ്. ശ്രീ ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷനുകൾ തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകളെ പറ്റി എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കള്ളം 18 മാസം കുടിശ്ശിക വരുത്തി എന്നുള്ളതാണ്. AKG സെന്ററിലെ ക്യാപ്സൂള് ഞാൻ പറയുന്നില്ല. പകരം കേരള നിയമസഭയിലെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 371, 14ാം കേരള നിയമസഭ 5ാം സമ്മേളനം, ചോദ്യകർത്താവ് ശ്രീ M സ്വരാജ്, ഉത്തരം നൽകുന്നത് കേരളത്തിന്റെ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ PM തോമസ് ഐസക്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ? അതിന് മറുപടി തോമസ് ഐസക് പറയുന്നു, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ പെൻഷനുകളുടെ ലിസ്റ്റ് പറയുകയാണ്. അതായത് 3 മാസത്തെ മാത്രം പെൻഷൻ തുകയെ നിങ്ങൾക്ക് എങ്ങനെയാണ് 18 മാസം എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല, 18 മാസക്കാലം പെൻഷൻ മുടങ്ങിക്കിടന്നാൽ ഏതാണ്ട് 7000-ഓളം കോടി രൂപ ആ കുടിശ്ശികയായി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ബഹുമാന്യനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി 2017 അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, 1000 കോടിക്കടുത്ത് മാത്രമാണ് മുൻ സർക്കാരിന്റെ കുടിശ്ശിക അടച്ചിട്ടുള്ളത് എന്ന്. മാത്രമല്ല, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാർ വർധനവ് വരുത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് എത്ര വലിയ കള്ളമാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് മൾട്ടിപ്പിൾ പെൻഷൻ സമ്പ്രദായമായിരുന്നു. അതായത് ഒരാൾക്ക് 3 പെൻഷൻ വരെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് സിംഗിൾ പെൻഷനായി, ഒരാൾക്ക് പരമാവധി 1 പെൻഷൻ മാത്രം. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 300 രൂപയായിരുന്ന പെൻഷൻ അത് അദ്ദേഹം തന്നെ 400 ആക്കി, 500 ആക്കി, 600 ആക്കി, 1000 ആക്കി, 1100 ആക്കി, 1200 ആക്കി. ഒരു പെൻഷൻ 1400 ആക്കിയതിന് ശേഷം മാത്രമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് അധികാരം വിട്ടൊഴിയുന്നത്.
ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പെൻഷൻ മേഖലയിൽ വരുത്തിയ മറ്റൊരു വിപ്ലവകരമായ മാറ്റം 2011 ആണ്ട് വരെ കേരളത്തിലാകെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 16 ലക്ഷമായിരുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 34 ലക്ഷമായി മാറ്റി. മാത്രമല്ല മറ്റു ചില ക്ഷേമ പെൻഷൻ 8 ലക്ഷം കൂടി കൂട്ടുമ്പോൾ 42 ലക്ഷം ആളുകൾക്ക് ഈ സർക്കാർ പെൻഷൻ കൊടുത്തിരുന്ന സർക്കാരിനെയാണ് ഉമ്മൻചാണ്ടി സാർ നയിച്ചുകൊണ്ടിരുന്നത്. അതെ, ലീഗുകാരോടാണ്, കോൺഗ്രസ്സുകാരോടാണ്, മുഴുവൻ UDFന്റെ പ്രവർത്തകരോടുമാണ്. നിങ്ങളാണിത് പ്രധാനമായിട്ടും കാണേണ്ടത്. ഇപ്പോൾ നമ്മളൊരു നന്മ ചെയ്തിട്ട് CPMകാർ ചെയ്യുന്നത് പോലെ അത് ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തൊരു കാര്യം അത് ചെയ്തില്ല എന്ന് പറയുമ്പോഴെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. ഇനി CPMകാരോടാണ് ചോദിക്കുന്നത്. ഈ വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ ഈ പൈസ ഇല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് 100 വീട് നിർമ്മിക്കുന്നത് ചോദിക്കുന്നുണ്ടല്ലോ. ആ CPMകാരോട് പറയുന്നു, 94 വീട് നിർമ്മിക്കാൻ രാഹുൽ ഗാന്ധി ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നെങ്കിലും 1 രൂപയെങ്കിലും പിരിച്ചിട്ടുണ്ട്. ഈ 2 കോടി രൂപ അവിടുത്തെ ചെറിയ കച്ചവടക്കാർക്ക് കൊടുക്കാൻ ശ്രീമതി പ്രിയങ്ക ഗാന്ധി 1 രൂപയെങ്കിലും പിരിച്ചിട്ടുണ്ടോ? ലീഗ് 50 വീടുകൾ നിർമ്മിച്ച് കൈമാറിയതിനെ പറ്റി നിങ്ങൾ എത്ര പേര് സംസാരിക്കുന്നുണ്ട്? ആ വീടുകളെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു കൊടുത്തതുപോലെ ഇലക്ട്രിക് പണി, പ്ലംബിംഗ് പണിയൊക്കെ ബാക്കിയുള്ള വീടുകളല്ല, നിർമ്മാണം പൂർത്തീകരിച്ച ആളുകൾക്ക് കൈമാറി കഴിഞ്ഞു. നമ്മുടെ DYFIയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 33,18,907. DYFI മാടായി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 28,525,000. തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 46,18,568. DYFI ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 20,02,265. DYFIയുടെ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 23,50,000. DYFI നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 30,300,000. അപ്പോൾ ഈ 6 കൂടെ കൂട്ടുമ്പോൾ 6 ബ്ലോക്ക് കമ്മിറ്റികൾ മാത്രം പിരിച്ച പണം കൂട്ടുമ്പോൾ ഏതാണ്ട് 1,80,90,565 രൂപ. അതായത് ശരാശരി എടുക്കുമ്പോൾ ഒരു ബ്ലോക്ക് കമ്മിറ്റി ഏതാണ്ട് 30,15,094 രൂപ വെച്ച് പിരിക്കണം. നമ്മുടെ DYFIക്ക് കേരളത്തിൽ 220 ബ്ലോക്ക് കമ്മിറ്റികളാണുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാകെ DYFIക്കാർ പിരിച്ചത് 66,33,20,716 രൂപ. നിങ്ങൾ CMDRFിലേക്ക് പൈസ കൊടുക്കാത്തതിനകത്ത് തന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. പോട്ടെ, നിങ്ങൾ അല്ലാതെ കൊടുത്തു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന തുക തന്നെ 20 കോടിയാണ്. ഇനി DYFIക്കാരും പറയൂ, നിങ്ങൾ പിരിച്ച 66 കോടിയിൽ 20 കോടി മാത്രം കൊടുക്കുമ്പോൾ ബാക്കി 46 കോടി രൂപ ആരുടെ അന്നനാളത്തിലാണ് നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ പറയണം.